ഹായ് ഗൈസ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റിലെ പാർട്ട് 1 വീഡിയോ ആണ് ഗൈസ് ഞാനിന്ന് ചെയ്യുന്നത്. മൈൻക്രാഫ്റ്റ് നമുക്കൊരു പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സർവൈവൽ ഡിഫിക്കൾട്ട് നോർമൽ ചെയ്ത് നമുക്കൊരു പുതിയ വേൾഡ് തന്നെ അങ്ങോട്ട് തുടങ്ങിയേക്കാം. അപ്പം നമുക്ക് നേരെ ഗെയിം പ്ലേ വീഡിയോട്ട് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. ലോഡിംഗ് ആണ്. ഞാൻ കളിച്ചിട്ടില്ല അധികം, പിന്നെ കളിക്കണമെന്നൊക്കെ അത് അറിയാം, കുഴപ്പമൊന്നുമില്ല, കളിക്കാം. പാർട്ട് 1 വീഡിയോ ആണ്, ഇനിയും ഉണ്ടാവും. ആദ്യം തന്നെ ഇതാണ് നമ്മുടെ വേൾഡ് ഗൈസ്. അടുത്തൊക്കെ ഒരു കേവ് ഉണ്ട്, ഇതാണ് നമ്മുടെ വേൾഡ്. പിന്നെ നമുക്ക് ആദ്യം തന്നെ മരം വെട്ടാം. ഓക്ക് വുഡില്ല, അതുകൊണ്ട് ഇത് മതി. ബ്രിഡ്ജ് വുഡ് അങ്ങനെ നല്ല ഒരു ബ്ലോക്ക്. നമുക്കിത് ഫസ്റ്റ് ബ്ലോക്ക് നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് മൈൻഡ് ചെയ്ത ബ്ലോക്ക് ഇവിടെ വെച്ചിട്ട് അതിന് വേണ്ടി ഒരു ബ്ലോക്കും കൂടെ വെക്കാം. ബാക്കി നമുക്ക് ഇനി ഈ മരം ബാക്കി അങ്ങോട്ട് മുറിച്ചെടുത്തേക്കാം. ഒരെണ്ണടുത്ത് ഇതിനടുത്ത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പെട്ടെന്ന് തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇതിനനുസരിച്ചിരിക്കും അടുത്ത ഓരോരോ വീഡിയോ വന്നത്. നമ്മളങ്ങനെ ആ ഒരു മരം മൊത്തം മുറിച്ച് നമുക്കിനി ബ്രിഡ്ജ് പ്ലാങ്സ് ഉണ്ടാക്കി നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും 4 സ്റ്റിക്ക് ഉണ്ടാക്കി ഇനി അത് പ്ലേസ് ചെയ്ത് നമ്മുടെ മെയിൻ ടൂൾസ് എടുക്കാം. നമുക്ക് ഇപ്പോൾ ഒരു പിക്കാപ്സ് ഉണ്ടാക്കാം. പിക്കാപ്സും ഒരു ആക്സും നമ്മളിപ്പോൾ ഉണ്ടാക്കേണ്ട ഗൈസ്. ഇനി നമുക്ക് നമുക്കിനി ഒന്ന് സ്റ്റോൺ മൈൻ ചെയ്തെടുക്കാം. സ്റ്റോൺ ഒന്ന് ചെറുതായിട്ട് മൈൻ ചെയ്തിട്ടും വരാം. നമുക്ക് സ്റ്റോൺ ടൂൾസ് ഇട്ടാണ്ടേ അതിനുള്ള സ്റ്റോൺ നമുക്കൊന്ന് മൈൻ ചെയ്തിട്ടും വരാം. അടിയിലോട്ട് 2 അടിയിലോട്ടെ 2 ബ്ലോക്കും കൂടെ കുറിച്ച് നമുക്ക് നേരെ അങ്ങോട്ട് കുറച്ച് മൈൻ ചെയ്യാം. ഇതിൻ്റെ ലൈഫ്, ഈ വുഡൻ പിക്കാപ്സിൻ്റെ ലൈഫ് പൊട്ടണവർ നമുക്ക് മൈൻ ചെയ്യാം. ലൈഫ് പൊട്ടണവർ നമുക്കിത് മൈൻ ചെയ്യാം. പോട്ടെ കുറച്ച് മൈനിങ് കടിയുന്നിട്ട് വേണം വരട്ടാണ്. ഒന്ന് സോംബി ക്രീപ്പർ ഒന്ന് സ്പോണായില്ലെങ്കിൽ ഭാഗ്യം, അല്ലെങ്കിൽ ചത്താനിപ്പ ഒന്നും കാണാൻ പറ്റണില്ലല്ലോ. അതൊന്നും ഞാൻ അവിടെ നേരെ മൈൻ ചെയ്ത് അങ്ങോട്ട് പോയി. വുഡൻ പിക്കാപ്സിൻ്റെ തീരാറായി ഗൈസ്. എൻ്റെ അടുത്ത് 26, 27, 28 അത്രയും ഇത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അരസ്റ്റാക്കെങ്കിലും ഒപ്പിച്ചണ്ട് ഇവിടെ നിന്ന് പോകണം. ഇത് നമ്മുടെ ഈ വുഡൻ ഇതിൻ്റെ ഇത് ചെയ്യാറായി. ഇത് കഴിഞ്ഞ് നമുക്കടുത്ത് വുഡ് കുറച്ച് ഒപ്പിക്കണം. ഇത് അതേപോലെ തന്നെ അത്രയും നീട്ടത്തിൽ കുറച്ചും കൂടെ മൈൻ ചെയ്യാം. നമുക്ക് ഒരെണ്ണം കൂടെ മൈൻ ചെയ്തിട്ട് പോവാം. ഇത് ഒന്നും കൂടെ ഇരിക്കട്ടെ, കുറച്ചും കൂടെ മൈൻ ചെയ്താലോ. എന്നാ കുഴപ്പമില്ല, കുറച്ചും കൂടെ മൈൻ ചെയ്യുക ഗൈസ്. പൊട്ടി പിന്നെ മൈൻ ചെയ്യാനൊന്നുമില്ല. വേറെ പോയി ക്രാഫ്റ്റ് ചെയ്യാം. 1, 2, 3, 4, 5 കറക്റ്റ് 5 ബ്ലോക്ക്. ഇതിനടുത്ത് നമുക്ക് ഈ ആക്സ് വെച്ച് കുറച്ച് കേവാണ്, നല്ല വലിയ കേവ്. നമുക്ക് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ആദ്യം നമുക്ക് അയണിൻ്റെ കുറച്ച് ആർമർ ടൂൾസൊക്കെ വേണം. മരം വെട്ടാം. ഈ മരം അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് പൊട്ടണം. അത് നമുക്ക് ലാസ്റ്റ് വെട്ടാം. അതിന് ഇത് വെട്ടാം. ഈ മരം ആദ്യം വെട്ടാം. ഇത് വെട്ടി ബാക്കിയുള്ള മരം വെട്ടാം. പിന്നെ ലീവ്സിൽ നമുക്ക് സ്റ്റിക്കും ആപ്പിളൊക്കെ കിട്ടും. ഇതിൻ്റെ മറ്റേ സാപ്ലിങ് കിട്ടി. അടുത്ത മരം നമുക്ക് മുറിക്കാം. ആപ്പിളിട്ടുണ്ടെങ്കിൽ ഫുഡ് ആയനെ. സ്റ്റിക്ക് നമുക്ക് മറ്റേ ടൂൾസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. നമുക്ക് കുറേ കേവുകൾ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം. അത് സ്റ്റിക്ക് കേവ് പോയി കുറേ എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം നമുക്ക് അയണൊക്കെ കണ്ടുപിടിക്കാൻ.
ഡയമണ്ട് കണ്ടുപിടിക്കണം, പിന്നെ ലാവ പൂൾ കണ്ടുപിടിക്കണം, എന്നിട്ട് ഒബ്സിഡിയൻ ആക്കണം, ഡയമണ്ട് പിക്കാപ്സ് ഉണ്ടാക്കണം, അത് ഇങ്ങനെ നെതറാക്കണം. അങ്ങനെ കുറേ കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. പാർട്ട് 1 വീഡിയോയിൽ അതൊക്കെ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. പതിയെ നമുക്ക് ചെയ്യാം. ഇന്നൊക്കെ ഈ മരം കൂടെ വെട്ടാം. എൻ്റെ അടുത്തിപ്പോൾ 26 വുഡുണ്ട്. ബ്രിച്ച് വുഡുണ്ട്. നമുക്ക് ലാസ്റ്റ് തൊട്ടാന്ന് പറഞ്ഞ മരം അങ്ങോട്ട് മൊത്തം വെട്ടിയേക്കാം ഗൈസ്. 19, 30, 31 ഉണ്ട്. ഇനി നമുക്ക് കേവിൻ കുറച്ച് സ്റ്റിക്കും കൂടെ കിട്ടി. 4 സ്റ്റിക്ക്, 3 സാപ്ലിങ്ങും കിട്ടി. നമുക്ക് കേവിൻ്റെ കുറച്ച് അടിയിലോട്ടൊന്ന് പോയി നോക്കാം. കുറച്ച് അടിയിൽ പോയി നോക്കണം. എന്താണ് അതൊക്കെ ഇങ്ങോട്ട് ഇവിടം വരെ നോക്കിയാൽ മതി. ഗൈസ് അവിടെ അയലുണ്ട്. ഇതേ ഒരു സോംബിയും ക്രീപ്പറും. നമുക്ക് സോംബിനെ പൊട്ടിത്തെറിപ്പിച്ചാൽ സോംബി ചത്ത്, ക്രീപ്പർ ചത്ത്, ഡബിൾ കിൽ. നമുക്ക് അടിയിലോട്ട് പോകണത് റിസ്ക്കാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ പോകണ്ട ഗൈസ്. നമുക്ക് കുറച്ചും കൂടെ ആർമറൊക്കെ ഉണ്ട്. ഇതേ ഒരു സോംബി വന്നിട്ടുണ്ട്. ഇതേ അവിടെ ഒരു സ്കെൽട്ടനും വന്നിട്ടുണ്ട്. ഒരു പീസ് അയണാണ്, അത് കുറച്ചുണ്ടെന്ന് തോന്നുന്നു. അവിടെ അയൺ ഒരു ബ്ലോക്ക് കൂടെ വെച്ചിട്ട് ഒരു ഗ്രാനൈറ്റും കിട്ടി. ഗ്രാനൈറ്റൊക്കെ എന്തിനാണെന്ന് നോക്കും. നമുക്കിനി മേളിലോട്ട് പോയിട്ട് അടുത്ത പരിപാടി നോക്കാം. വേൾഡ് ഈ നല്ല സ്ഥലത്താണ് നമ്മൾ എന്തായാലും വന്ന് സ്പോണായത്. അതുകൊണ്ട് വലിയ കുഴപ്പം. ഈ കുറച്ച് ഇത് വേണം, ചിലപ്പോൾ അത്യാവശ്യം വരും. ഇത് യെസ് ഗൈസ്, അതും കുറച്ച് നമ്മൾ മെയിൻ ചെയ്ത്. ഇനി നമുക്ക് കുറച്ച് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. മറ്റേ ക്ലേവെല്ലാം ഉണ്ടാകും ഇവിടെ. ക്ലേ അല്ല, ഫ്ലിൻറ്റ് വേണം. ഇവിടെ നിന്ന് കുറച്ച് ഇത് മെയിൻ ചെയ്തെടുത്താലോ. ഇവിടുന്ന് കുറച്ച് ഡർട്ട് മെയിൻ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പില്ലർ ചെയ്ത് പോകാനൊക്കെ ഡർട്ടിൻ്റെ കുറച്ച് ആവശ്യം വരും. അതുകൊണ്ട് പക്ഷെ ഡർട്ടും കുറച്ച് നമുക്ക് എടുക്കാം, വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് പൊട്ടിക്ക്, ഇത് ഫുള്ളൊന്നും പൊട്ടിക്കണമൊന്നുമില്ല ഗൈസ്. കുറച്ച് എന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിന് വേണ്ടത്രയും മതിയില്ലേ. അതെ, ഇത് സാൻഡിൻ്റെ ഓണം വരെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പം എത്ര ഇതുണ്ടാവും, എത്ര ഉണ്ടാവും നോക്കട്ടെ. ഇത് മൊത്തം മൈൻ ചെയ്തിട്ട് നമുക്ക് എത്ര ഉണ്ടാവും നോക്കട്ടെ ഗൈസ്. 1/2 സ്റ്റാക്കെങ്കിലും ഉണ്ടാവും. നമുക്ക് നേരത്തെ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യുമ്പോൾ 58, അതായത് 1/2 സ്റ്റാക്കെങ്കിലും ഉണ്ട്. ഇവിടെ നിന്ന് മൈൻ ചെയ്യും. അതേ സാൻഡ് തറയി. അതെ അവിടെ ഗ്രാവലുണ്ട്. ഫ്ലിൻറ്റ് കിട്ടാൻ നോക്കാം നമുക്ക്. അത് ഇതും കൂടെ യെസ് ഗൈസ്, നമ്മളങ്ങനെ ഇവിടുത്തെ ഫുള്ളല്ല, കുറച്ച് മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കാം. ലെതറും കിട്ടി, ഫുഡും കിട്ടി. ലെവൽ അടിയപ്പോൾ ഇത് ഗൈസ് ക്ലേ ഉണ്ട് ഇവിടെ. ക്ലേ നമുക്ക് ഒരു ഈസി ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലിൻറ്റ് ഉണ്ടാക്കാം. ഫ്ലിൻറ്റ് ഫസ്റ്റ് ട്രൈ തന്നെ കിട്ടി ഗൈസ്. ഈസി ട്രിക്ക്. ഒരെണ്ണം ഇവിടുന്ന് ഇനിയുണ്ട് ഒരെണ്ണം അടിയിൽ നിന്ന് പൊട്ടിക്കണത് ശരിയാവും. ടാസ്ക്കാണ് കുറച്ച്. നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇത് ഉണ്ടാക്കി അതിൽ ചാടിയിട്ട് ഒരു ബ്ലോക്കും കൂടെ അടിയിലോട്ട് ഇവിടെ നിന്ന് പൊട്ടിച്ച് ഇന്നോട് രണ്ടെണ്ണം ഇത് പൊട്ടിക്കാം. ഇതും പൊട്ടിച്ച് ഇതും പൊട്ടിക്കാം. ഇന്നൊക്കെ മേളിലോട്ട് പോയിട്ട് 44 ഡോട്ടുണ്ട് നമ്മളിത്. 44 ഒരു ബ്ലോക്ക് വെച്ച് ഈ പില്ലർ ചെയ്യാനൊക്കെ ഡോട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. ആ ഹോള് നോക്കാം, അടച്ചേക്കാം. നമുക്കിനി ബാക്കി അടുത്തതിലോട്ട് പോവാം. കയറി ഇനി നമുക്ക് ഒരു വീടുണ്ടാക്കാനുള്ള വീടല്ല, ഒരു ഇന്ന് ഈ ഡേ നമുക്ക് എന്തായാലും സർവൈവ് ചെയ്യണം. ബെഡ് ഉണ്ടാക്കാൻ നോക്കാം. ഗൈസ് നമ്മുടെ വുഡൻ ഇത് പൊട്ടിപ്പോയി. ഇതേ ഗൈസ് വേറൊരിതും ഒരാടും കൂടെ നിൽപ്പുണ്ട്. എനിക്കൊന്ന് ലെവല് വേറൊരു ഗ്രേ ആടുണ്ടാവില്ല. അതെന്തി സ്റ്റിക്കേഴ്സ് നമുക്ക് തരുമല്ലോ. ഇല്ല ഗൈസ്, പണിയെടുക്കണ്ട. അതേ നമ്മുടെ അസിസ്റ്റൻ്റ് ഉണ്ട്. എന്നല്ല കേട്ടോ, നമ്മളതിനെ ടീം ചെയ്തിട്ടൊന്നുമില്ല.
അവൻ കടിച്ചു കൊല്ലും, നമുക്ക് ഇത് കിട്ടും. നമ്മ സീനാണ് കുറച്ച്. പിന്നെ നമുക്ക് ചെറിയൊരു ഷെൽട്ടർ പോലെ അണ്ടർഗ്രൗണ്ടിലോട്ട് കുറച്ച് അടിയിലോട്ട് കുറച്ച് കുഴിച്ചിട്ട് അവിടെ എല്ലാം നമുക്ക് വീടല്ല ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് അവിടെ നിന്ന് മാറാം. നമുക്ക് അതേ കേസ് ഒരാടും കൂടെ ആണെന്ന് ഇപ്പം ഉണ്ട്. ആടിനെ അങ്ങോട്ട് നൈസായിട്ട് തട്ടിയിട്ട് നമുക്ക് അതിലോട്ട് പോയി ഇവിടെ തന്നെ ഒരു ചെറിയ ഇതുണ്ടാക്കാം. ആട് വെള്ളത്തിൽ നമുക്കും വെള്ളത്തിൽ ചാടാം. അടിച്ചു അടി കൊല്ലു ജാഗം വീടാണ്. അതിനകത്ത് ചത്തട്ടാ. ആടിനെ നമുക്ക് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് രണ്ടും കഴുതിരുന്നത് നമുക്കിനി ഇത് ഇവിടെ ഇട്ട് അങ്ങോട്ട് കുഴിച്ചങ്ങോട്ട് പോവാം. 1 2 3 4 മതി. ഇനി ഇവിടെ ടോർച്ച് ഉണ്ടാക്കിയില്ലെങ്കിൽ അവന്മാർ ഇത് സ്കെൽട്ടണും ക്രീപ്പറൊക്കെ സ്പോണാവും. അപ്പോൾ കോളില്ല നമ്മുടെ അടുത്ത്. പക്ഷെ നമുക്കിടല്ല ഒരു ഫർണേസ് ഉണ്ടാക്കി ചാർക്കോൾ ഉണ്ടാക്കാം. 2 വുഡ് അങ്ങോട്ട് അപ്പുറം ഇപ്പുറം വെച്ചാൽ മതി. ഒരു ഫർണേസ് നമുക്കിപ്പോൾ ഉണ്ടാക്കി ഗൈസ്. ഇനി നമുക്ക് ഒരു പിക്കാപ്സും ഒരു ഇതും ഉണ്ടാക്കി. ഇനി നമുക്ക് ഫർണേസ് ഇവിടെ വെച്ചിട്ട് വുഡ് അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. 10 ഒരെണ്ണം ഇവിടെ 10 ഇവിടെ വരണം സെറ്റ്. ഇനി നമുക്ക് ഇപ്പം അത് കത്തണുണ്ടെന്നല്ല വിളിച്ചുകൊണ്ട് ഇല്ല അതെന്നൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് ഒരു ചാർക്കോൾ എടുത്ത് നമുക്ക് അടിയിലോട്ട് ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ടാണുള്ളത് ഈ ടോർച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. 4 സ്റ്റിക്ക് നമുക്ക് സ്റ്റിക്കും കിട്ടി. പിന്നെ 2 ചാർക്കോളും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാം. ഇനി നമ്മുടെ ഒരെണ്ണം കൂടി കിട്ടാൻ മതി, കുഴപ്പമില്ല. 6 7 ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്നും കൂടെ കൂട്ടിച്ചേർക്കണം. ഈശ്വര ഇത് പോയേ അടിയിലോട്ട്. ഒട്ടും പിടിച്ചില്ല. ടോർച്ച് എടുത്ത് നമുക്കത് വെക്കാൻ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ കൊള്ളാം. ഇനി നമുക്ക് ഇത് പൊട്ടിച്ചെടുത്ത് ഇതും പൊട്ടിച്ചെടുക്കണം. ഇതും ഇപ്പോൾ തൽക്കാലം പൊട്ടിച്ചെടുക്കാം. ഇതൊന്ന് പൊട്ടിച്ചെടുത്ത് നമുക്ക് ഒരു റൂം പോലെയാക്കാം. ഇന്ന് രാത്രി മൊത്തം ഇവിടെയാണ്. എന്നിട്ട് നമുക്ക് പിന്നെ വീട് മാറാം, കുഴപ്പമില്ല. ഇന്ന് മൊത്തം ഇവിടെ ജീവിക്കണം. അവന്മാരല്ലെങ്കിൽ നമ്മളെ തീർക്കും. ഇത് ഇവിടെ ഒരു മൈനിങ് ഏരിയ സെറ്റാക്കാം. ചെറുതായിട്ട് മൈൻ ചെയ്യാൻ ഇത് മതിയാകും. ഇത് മതി, കുഴപ്പമില്ല. ഇതൊക്കെ ഇനി അടിയിലോട്ട് കുറച്ച് കുഴിക്കുക. ആവശ്യം വരുമ്പോൾ ഓരോ ടോർച്ച് വെച്ചും പോകാം. 3 ടോർച്ചുള്ളു. ടോർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇനി നമുക്ക് കോള് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഈ സെയിം ഇത് ചെയ്യേണ്ടി വരും. ലോകം കത്തിക്കണം. ലോകം അങ്ങനെ തീർന്നു പോകും. ലോകമല്ല, വുഡ് നമുക്ക് അങ്ങനെ വുഡ് തീർന്നു പോകും. ഓക്കെ, വൈറ്റ് വൂള് ഉണ്ടാക്കണമെങ്കിൽ അതെ വൈറ്റ് കോൺക്രീറ്റ് അതെ വൈറ്റ് വൂൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഗ്രേ വൂളും പിന്നെ ഇതെന്ത് ലില്ലി ഓഫ് ദ വാലി അങ്ങനത്തെ ഒരു പൂവും വേണം ഗൈസ്. അതെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് വൂൾ ഉണ്ടാക്കി പിന്നെ നമുക്ക് കട്ടിലുണ്ടാക്കാം. അപ്പോൾ ഈ ഗ്രേ വൂൾ നമ്മുടെ തന്നെ ഇരിക്കട്ടെ. ഇനി ഇതും ഗ്രേ വൂൾ തന്നെയല്ലേ, ഗ്രേ വൂളും പിന്നെ വൈറ്റ് ഡൈയും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഒരു വൈറ്റ് വൂൾ ഉണ്ടാക്കാം. നമുക്ക് ബെഡും ഉണ്ടാക്കാം. ഇത് സാൻഡ് ഉണ്ടല്ലോ അവിടെ. സാൻഡൊന്നും ഇപ്പോൾ നമുക്ക് ഇപ്പം ആവശ്യമില്ല. അതേ കോപ്പർ ആർക്കും വേണ്ടാത്ത കോപ്പർ. ഇതെന്തിനാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യണത്? പക്ഷേ പുതിയ ഇത് തന്നെ ഉണ്ട്. കോപ്പർ ഗോളം ഈസ് കമ്മിങ് ബാക്ക്. അടിയിലോട്ട് പോകാം. അത്ര അടിയിലോട്ടൊന്നും പോകണ്ട. രാവിലെയാണ് അവർ മൈൻ ചെയ്തുകൊണ്ട് ഗോള പിറ്റേ ദിവസം കയറും പൊട്ടാറായി. യെല്ലോണ് ലൈഫ്.
അടിയിലോട്ട് പോകുക. അടിയിലോട്ട് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് കുഴിച്ച് പോകാം. അയം കിട്ടണമെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അടിയിലോട്ട് പോട്ടെ. അയ്യോ ഗ്രാവലുണ്ട്. ഇനി നമുക്ക് അത്രയും മേളിലോട്ട് ഇനി കുഴിക്കണ്ട. ഇത് വലിയ അത്രയും അടിയിലോട്ട്. ആഹാ എന്താ നല്ല വട്ടം. കുറച്ച് മേളിലോട്ട് കുഴിക്കണമെങ്കിൽ ഉള്ള ഗ്രാവലൊക്കെ നമ്മുടെ തലയിൽ വീണ് നമ്മയാവും. അതുകൊണ്ട് കുറച്ച് മേളിലോട്ട് കുഴിച്ചാൽ മതി. ഇതേപോലെ. ആഹാ അടിയിലോട്ട്. അടുത്ത കുഴി. അതിപ്പോൾ ഡയറോട്ട അങ്ങനെ നടന്നൊരു സാധനമുണ്ട്. അവിടം വരെ ആ ലെവൽ വരെ എത്തിയിട്ടുള്ളൂ തോന്നുന്നു. ഇതും കൂടെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ഇല്ലേ, ഗ്രാനൈറ്റ് അവിടെ എത്തും. അവിടെ ഒരു ടോർച്ച് വെച്ചാലോ, ഫൈനൽ ടോർച്ച് വെക്കാം. ഉണ്ടാക്കുക ഗ്രാനൈറ്റിൽ വരുത്തി. ഇവിടെ മൈൻ ചെയ്തത് ഇത്രയും മതിയില്ലേ. ക്യാപ്റ്റൻ്റെ ലൈഫ് വരാറി വെച്ച ടോർച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് ഏറ്റവും അവിടെ ആദ്യം പോയിട്ട് നമുക്ക് ഇത് മൊത്തം അവിടെ മൂടാം. എന്തൊക്കെ കിട്ടി? കുറച്ച് സ്റ്റോൺ കിട്ടി. ഒരു സ്റ്റാക്കിനടുത്ത് സ്റ്റോൺ ഒപ്പിച്ച്. ഇനി കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് അയ്യോ പൊട്ടിച്ചത് മരിപ്പ് ഗൈസ്. ഇതല്ല, ഇനി ഇതാണ് നമുക്ക് മൂടേണ്ടത്. ഡയറക്റ്റ് വെച്ചാൽ മൂടാം, കുഴപ്പമില്ല. കോബിൾ സ്റ്റോൺ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. രാവിലെ ആയാൽ നോക്കാം. ഇല്ല ഗൈസ്, ഇപ്പോഴും രാത്രി തന്നെ. നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുഴിച്ചാലോ, ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് കുഴിച്ച് പോയാലോ ഒന്നും കൂടെ. അതാ നേരത്തെ ആ സൈഡിലോട്ടല്ലേ കുഴിച്ചു, ഇനി ഈ സൈഡിലോട്ട് കുഴിച്ച് നോക്കാം. എല്ലാം കിട്ടാൻ നോക്കാം. കുറച്ചും കൂടെ പോട്ടെ. എൻ്റെ പിക്കാപ്സ് ഓൾമോസ്റ്റ് പൊട്ടാറായി ഗൈസ്, ഓൾമോസ്റ്റ് പൊട്ടാറായി. ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞാൽ പിക്കാപ്സ് ഇരിക്കണത്. കുറച്ചും കൂടി അടിയിലോട്ട് പോട്ടെ. എത്ര ആഴത്തിൽ പോകുന്നു അത്രയും കിട്ടും. ഇത്രയും കയറാം. ഒന്നും കൂടെ പൊട്ടിച്ച് നോക്കിയാലോ. ഇല്ല ഗൈസ്, ഒരു രക്ഷയില്ല. പെട്ടെന്ന് നേരം വെളുത്തിരിക്കാൻ കൊള്ളയുന്നു. നമുക്കടുത്ത ആടിനെ തട്ടാൻ പോകാം. ആടാണെങ്കിലും മതി, അല്ലെങ്കിൽ മറ്റേ ഫ്ലവർ ആണെങ്കിലും മതി. കുറച്ചും കൂടെ കുഴിച്ച് പോട്ടെ. ഓഹോ എൻ്റെ പിക്കാപ്സും പൊട്ടി ഗൈസ്, പിക്കാപ്സ് പൊട്ടി. എന്നാൽ എൻ്റെ സൈറ്റിൻ്റെ എല്ലാം വരുത്തി പിക്കാപ്സ് ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു പിക്കാപ്സ് ഉണ്ടാക്കാം. കിട്ടിയ കോബിൾ സ്റ്റോണൊക്കെ എടുത്ത് നമുക്ക് മേളിൽ പോയിട്ട് ഒരു പിക്കാപ്സും കൂടെ ഉണ്ടാക്കാം. വൈറ്റ് വൂളല്ല പിക്കാപ്സ്, എന്ത് ലൈറ്റ് ഗ്രേ വൂൾ, റെഡ് വൂൾ ഉണ്ടാക്കാൻ പറ്റും. ഇല്ല, 3 റെഡ് വൂൾ, 3 വൈറ്റ് വൂളാണ്, എന്നാലേ റെഡ് വൂൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബ്ലാക്ക് വൂൾ, ഗ്രേ വൂളാണ് 3. ഷിറ്റ്, ഇല്ല ഗൈസ്, പറ്റൂല. ഒന്നും പറ്റൂല. അല്ലെങ്കിൽ ഡൈ വേണം, അല്ലെങ്കിൽ മറ്റേ ഇത് വേണം. അത് തന്നെ വൂള് വേണം. നമുക്ക് അടിയിലോട്ട് ഇനി പോകണം. ഒന്നും കൂടെ ഈ സാധനം കുഴിച്ചിടാലോ. കുറച്ച് എൻ്റെ സൈറ്റും കുഴിച്ചിടാം. മതി, ഇത്രയും മതി ഇല്ലേ? ഇനി നമുക്ക് ഒന്നും കൂടെ പൊട്ടിച്ച് നോക്കാം. നേരം വെളുക്കാറായി. എടാ ചെറിയൊരു ഇതുണ്ടാ, ആ മേഘം കണ്ടാ ദൈവം ഞാൻ കാണിച്ചു തരാം. പില്ലർ ചെയ്ത് ഇവിടെ പറ്റൂല. പില്ലർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ടോർച്ചാണ് പൊട്ടിച്ചെടുത്ത് ചാടിക്കും. കണ്ടാ ഗൈസ്, നേരം വെളുക്കാറായി. അവിടെ ചന്ദ്രൻ താഴ്ന്നു. കൊറേ സമയം ക്രീപ്പറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ക്രീപ്പറാണെന്ന് തുഴഞ്ഞു. ഇതേ അവിടെ ഒരു ക്രീപ്പർ പൊന്തി കളിക്കണം. ഇതേ അവിടെ വേറൊരു ക്രീപ്പർ, അവിടെ 2 സ്കെൽറ്റൺ നിൽപ്പുണ്ട്. ഇതേ ആ അറ്റത്ത് 2 സോംബി, ഒരു ക്രീപ്പർ. ഇതെല്ലാം കൂടെ എൻ്റെ നെഞ്ചത്തോട്ട് തന്നെ ഉണ്ടാവും. ഇതെല്ലാം ഇതേ ഒരു
കൊല്ലല്ലേ ആ അത് ചത്തു. ദേ വേറൊരു ഇത്. അയ്യോ പോട്ടെ അടക്ക്. ആ അയ്യോ പെട്ടില്ല. കണ്ണാണാൻ പറ്റുള്ള ഗൈസ്. കണ്ണാണാൻ പറ്റണില്ല. ലൈറ്റിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് ഞാനിന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീർത്തുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക.